ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിതിവിടെ തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവൊക്കെ ഉള്ള ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകവും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും വറ്റൽമുളകും കൂടി ഒന്ന് ചതച്ചതാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാളയും ഒരു അര കപ്പോളം ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ചിക്കൻ പൊരിച്ച ആ ഒരു ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ചേർക്കാതെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതിയാകും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു.